തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആഴ്ച മുമ്പ് എന്നെ കാണാനൊരു ഫാമിലി വന്ന്. അപ്പോൾ മോളുടെ കല്യാണത്തിൻ്റെ ആവശ്യാർത്ഥമാണ് വന്നത്. അവർ വന്ന് മോളും ഒക്കെ ഇരുന്ന് സംസാരിച്ച് മോളുടെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രോ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മോളുടെ പേര് പവിത്ര എന്നാണ്. അപ്പോൾ അവൾ തന്നെ അവളെ ഇൻട്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. മോൾക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. പവിത്ര മോള് നല്ല സ്മാർട്ടാണ്, നല്ലോണം പാട്ട് പാടും, നല്ല കഴിവൊക്കെ ഉള്ള മോളാണ്. പക്ഷേ അവൾക്ക് പഠന വൈകല്യമുണ്ട്. അതേപോലെ തന്നെ സൈക്കാട്രിക് മെഡിസിൻ ഓള് കഴിക്കുന്നുണ്ട്. വഴക്ക് പറഞ്ഞാലൊക്കെ പെട്ടെന്ന് ഫീലാകും, പറയുന്ന കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ ചെറിയ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരു പാർട്ട്ണറിനെയാണ് നമുക്ക് വേണ്ടത്. അങ്ങോട്ട് പോയി നിൽക്കുന്ന ഒരു പാർട്ട്ണർ ആവണം. കാരണം അവർക്ക് ഒറ്റ മോളാണുള്ളത്. നമുക്കിനി പവിത്ര മോളുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. അതിനുശേഷം ബാക്കി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഹായ്, നമസ്തേ. ഞാൻ പവിത്രയാണ്. ഞാൻ വിമൻസ് കോളേജ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിച്ചത്. പിന്നെ അച്ഛൻ റിട്ടയർഡ് ജനറൽ മാനേജർ ONGCയിലാണ്. അജിത് കുമാർ എന്നാണ് പേര്. അമ്മ ഹൗസ് വൈഫ്. എസ് രാധിക അജിത്ത് എന്നാണ് പേര്. ഞാൻ രണ്ടുപേരുടെയും ഒറ്റ പുത്രിയാണ്. ട്രിവാൻഡ്രത്താണ് വീട്. ഞാൻ ജനിച്ചത് ചെന്നൈയിലാണ്. വളർന്നതൊക്കെ ബോംബെയിലും ട്രിവാൻഡ്രത്തുമാണ്. ഞാൻ ഇച്ചിരി സ്പെഷ്യൽ ചൈൽഡാണ്. സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പ്രശ്നമുണ്ട്. പിന്നെ ചിലരിങ്ങനെയൊക്കെ ചിലരിങ്ങനെ മോശമായിട്ട് തന്നെ പറയുമ്പോൾ എനിക്ക് ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ തിരിച്ച് പറഞ്ഞിട്ട് ഇപ്പം ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ +2 കഴിഞ്ഞിട്ട് BA മ്യൂസിക് പോയതാണ് അല്ലേ? അതെ അതെ. അടുത്ത പവിത്രൻ്റെ ഒരു 2 വരി പാട്ട് അല്ലേ? അതെ. ശ്രീഭദ്രയായി വന്നു പാരമേൽ കാവിൽ വാഴും അംബികേ ജഗദംബികേ, പൂരമേലപ്പദം ഉണരുന്ന വേളയിൽ എഴുന്നള്ളും അംബികേ ശരണം. അമ്മേ ദേവി കല്യാണി, ചെമ്പട്ടുടയാട് ചുറ്റിയ ഭംഗിയിൽ തെച്ചി മലർമാല ചാർത്തിയ കാന്തിയിൽ, ചെമ്പട്ടുടയാട് ചുറ്റിയ ഭംഗിയിൽ തെച്ചി മലർമാല ചാർത്തിയ കാന്തിയിൽ, തൃക്കര ഹോളിന്നി ജ്വാല തരംഗത്തിൽ സൂര്യദേവൻ പോളം നമിക്കുമെണ്ടമ്മേ നിന്ദ്രപാദ പൂജയിൽ എൻ പ്രണാമം, എൻ പ്രണാമം. സൂപ്പർ സൂപ്പർ, അടിപൊളി. എനിക്ക് ക്ലീനിങ്, പിന്നെ വീട്ടിലൊക്കെ എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് സിംഗിങ്, പിന്നെ ഡാൻസിങ്, പിന്നെ കുറച്ച് സ്കൂൾ ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സോ ഞാൻ ആക്ടിങ് കുറച്ചൊക്കെ. പിന്നെ കൂടുതൽ എനിക്ക് പാടാനും പിന്നെ പാട്ടൊക്കെ പഠിച്ച് പാടാനും കൂടുതൽ തെലുങ്ക് ലാംഗ്വേജസ് പാട്ട് പഠിച്ച ലിറിക്സൊക്കെ പഠിച്ച് പാടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് കുക്കിംഗ് ഒക്കെ അറിയോ? ചെറിയ കുക്കിംഗ്, കാപ്പി ഉണ്ടാക്കും, പിന്നെ ചായ ഉണ്ടാക്കും, പാസ്ത കുഴപ്പമില്ലാണ്ടൊക്കെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ. അതെ. മോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാറുണ്ടോ? ഇല്ലില്ല, ഒറ്റയ്ക്ക് ട്രാവലൊന്നും ചെയ്യാറൊന്നുമില്ല. അമ്മയും അച്ഛനും അങ്ങനെ. പൈസയുടെ കണക്കൊക്കെ നമുക്കറിയോ? കണക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല, പഠിക്കണം. അതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. മോൾ ഡാൻസ് ചെയ്യാറുണ്ടോ? ഒരു വിധത്തിൽ കുഴപ്പമില്ലാണ്ട്, പക്ഷെ എനിക്ക് പാട്ടാണ് കൂടുതൽ ഇഷ്ടം. അതെ. പവിത്ര മോളുടെ സംസാരം കേട്ടിരുന്നു പോകില്ലേ?
അത്രയും നല്ല ക്യൂട്ടായിട്ട് സംസാരിക്കുന്ന നല്ല അവളുടെ അത്രയും നല്ല കാഴ്ചപ്പാടുള്ള ഒരു മോൾ തന്നെയാണ്. നല്ല മോളാണ്. അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നും പറഞ്ഞാലൊന്നും ഒരാളെ നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവളുടെ പേരൻസിന് ഭയങ്കര ടെൻഷനാണ്. കാരണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ. ജീവിതം തുടങ്ങുമ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരാളിപ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളിതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നൊന്നും ആരും പറയാൻ പാടില്ല. പരിപൂർണമായിട്ട് ഓക്കെ ആയിട്ട് അവളുടെ അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ വരണം എന്നുള്ള കൊണ്ടാണ് അവർ ഈ വീഡിയോനൊക്കെ വന്നതും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടെത്താൻ എന്നെ കോണ്ടാക്റ്റ് ചെയ്തതും ഒക്കെ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പവിത്രേൻ്റെ സൗന്ദര്യം കണ്ടുവരുന്ന ഒരാളെയല്ല നമുക്ക് വേണ്ടത്. ഓളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ഓളുടെ ആ ബുദ്ധിമുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പവിത്രയ്ക്ക് 26 വയസ്സാണ്. അത് നമുക്ക് 32 വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കാം. ജില്ല പ്രശ്നമൊന്നുമില്ല, കാരണം അങ്ങോട്ട് പോയി നിൽക്കുന്ന ആളെയാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ജില്ല പ്രശ്നമില്ല. അവർ തിരുവനന്തപുരത്താണ്. ഒറ്റ മോളാണെന്ന് പറഞ്ഞല്ലോ. കറക്റ്റ് സ്ഥലം തിരുവനന്തപുരം വഴുതക്കാടാണ് കേട്ടോ. പവിത്രേൻ്റെ ഹൈറ്റ് 157, 157 ആണ്. പിന്നെ പറഞ്ഞല്ലോ പഠന വൈകല്യവും പിന്നെ സൈക്കാട്രിക് മെഡിസിനുമാണ് അവൾ കഴിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവൾക്ക്. UDID കാർഡിലൊക്കെ 50% ആണ് അവളെ ബുദ്ധിമുട്ടുള്ളത്. ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. വർഷം കഴിയുന്നതനുസരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ്. അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് പിന്നെ ആളുകളെ ഇങ്ങനെ ഓൾ തന്നെ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഓരോന്നൊക്കെ പറയുമ്പോൾ ഒക്കെ എന്തൊരു വിഷമവും അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ അവളങ്ങനെ ബോൾഡായി വരുന്നുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞല്ലോ. അതൊക്കെയാണ് ആരെന്ത് പറഞ്ഞാലും ഒക്കെ ഭയങ്കര ഫീലാകുന്ന ഒരു ഇതായിരുന്നു ആദ്യം. ഇപ്പം ഒരുപാട് അങ്ങനെ മാറി വരുന്നുണ്ടെങ്കിലും അവളുടെ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് വരാവുള്ളൂ. ഇതിൽ പേരൻസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് വിളിച്ച് ക്ലിയർ ചെയ്ത് നല്ല പരിപൂർണ ബോധത്തോടുകൂടി ഇനിയിപ്പോൾ ഡോക്ടറുടെ കൗൺസിലിംഗ് എടുക്കണമെങ്കിൽ അതൊക്കെ എടുത്തതിന് ശേഷമേ നിങ്ങൾ കല്യാണത്തിന് വരാവുള്ളൂ. ഒരു 10 മിനിറ്റ് വീഡിയോയിൽ അവളുടെ സംസാരം കണ്ടതുകൊണ്ടും അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. റിയൽ ലൈഫിൽ അവരുടെ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസൈഡ് എടുക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഞാൻ പറയാൻ കാരണം വിവാഹ ജീവിതം ഒരുപാട് വർഷം നിലനിൽക്കണം. പവിത്രൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ ഒരു ദുഃഖം ഉണ്ടാവരുത്. അത്രയും ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകണം. അതിനുള്ളവർ മാത്രമേ കോണ്ടാക്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് മോളുടെ കാര്യം ആലോചിച്ചിട്ട്. അത്രയും ദൂരത്ത് നിന്ന് അവർ എന്നെ കാണാൻ ഇങ്ങോട്ട്, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ട ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വന്ന് കണ്ട് സംസാരിച്ച്. അപ്പോൾ അവരുടെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഒറ്റ മോളും. അപ്പം ഇത്രയും പെട്ടെന്ന് നമുക്കൊരു കല്യാണം, അടുത്തത് പവിത്രേൻ്റെ കല്യാണം റെഡിയായി എന്നുള്ള ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ വരാൻ പറ്റട്ടെ എത്രയും പെട്ടെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഇതിൽ കൊടുക്കുന്ന നമ്പർ അനാവശ്യമായിട്ട് വെറുതെ വിളിക്കരുത്. ഒരുപാട് അലമ്പാക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ വിളിക്കരുത് വെറുതെ. അപ്പോൾ ഓക്കെ, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് മോളെ കല്യാണം നടക്കട്ടെ. കൂടുതൽ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരിക കേട്ടോ. ഓക്കെ, അവരെ വിഷമിപ്പിക്കരുത് ആരും. ഓക്കെ.